ഹായ് കൂട്ടുകാരെ, എല്ലാ വെക്കേഷനും ഞങ്ങൾ സമ്മറിന് ഓരോ സ്ഥലത്ത് പോവേ. ഇത്തവണ ഞങ്ങൾ പ്ലാൻ ചെയ്ത് ലണ്ടനിൽ പോകാനായിരുന്നു. ലണ്ടനിൽ ഒരു വാക്സിൻ മ്യൂസിയം ഉണ്ട്. അതിൻ്റെ പേരാണ് മാഡം ട്രിസാഡ്. അവിടെ ഞങ്ങൾ ഫ്രണ്ട്സ് കൂടിയാണ് യൂഷ്വലി പോകാറുള്ളത്. ഞങ്ങളുടെ കൂടെയുള്ള 2 ഫാമിലിയും കൂടി ഉണ്ട്, അവരും അവരുടെ കിഡ്സും. അപ്പം ഇറ്റ് വാസ് എ റിയൽ ബ്യൂട്ടിഫുൾ ഡേ. ലണ്ടനിലായതുകൊണ്ട് തന്നെ പിള്ളേരെല്ലാം ഭയങ്കര ഹാപ്പിയാണ്. അവരെ തന്നെ എല്ലാവരും ഒരുമിച്ച് വിട്ട് കഴിഞ്ഞാൽ അവർ ഒത്തിരി നോയ്സി ആകുന്നത് കൊണ്ട് തന്നെ മാറ്റിയാണ് വിട്ടത്. എൻ്റെ കൂടെ സേറായും ബേബി ഉണ്ടായിരുന്നു, പിന്നെ റസിയയുടെ കൂടെ ജന, പിന്നെ നജിയുടെ കൂടെ അങ്ങനെയായിരുന്നു പോയത്. പിള്ളേർ ഓരോ ഭാഗങ്ങൾ കണ്ടു കഴിയുമ്പോൾ നല്ല സ്പീഡിൽ അങ്ങോട്ട് പോയിക്കൊണ്ടേയിരുന്നു. നമ്മളും അതിൻ്റെ ഒപ്പം പോകും. അതുപോലെ തന്നെ എല്ലായിടത്തും ഇങ്ങനെ വാക്സിൻ്റെ ഓരോരോ സ്റ്റാച്യൂസ് വെച്ചതുകൊണ്ട് തന്നെ നമ്മളും പോയി ഓരോ പിക്ചേഴ്സ് എടുത്തുകൊണ്ടിരിക്കും. ആദ്യം വിൻഡീസിലായിരുന്നു ജേർണിങ് എൻട്രൻസിൽ. അവിടുന്ന് നിന്ന് ഫാമിലിയായിട്ടെല്ലാം പിക്ചേഴ്സ് എടുത്തു കഴിഞ്ഞ് പിന്നെ ഓരോരോ ഫിലിം സ്റ്റാർസ് പോപ്പുലറായിട്ടുള്ള ഓസ്കാർ കിട്ടിയ ആൾക്കാർ അങ്ങനെയുള്ളവർ അങ്ങ് മാറിക്കൊണ്ടേയിരിക്കും. പിന്നെ ഗ്രാജുവലി മൂവി സ്റ്റാർസ് ഷാറുഖ് ഖാൻ, അമിതാഭ് ബച്ചൻ അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. നമുക്ക് അറിയാവുന്നവരും അറിയാൻ മേലാത്തവരുമായിട്ട് പലരുമുണ്ട്. എല്ലാവരുടെയും പേര് മെൻഷൻ ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് സ്പീഡി വീഡിയോ ആയിട്ട് മാറുന്നത്. യൂഷ്വലി എല്ലാവർക്കും നമുക്കുള്ള ഹൈറ്റിൻ്റെ അത്രയൊക്കെ ഉള്ളൂ വാക്സ് സ്റ്റാച്യൂസ്. എന്താണെന്ന് വെച്ചാൽ നമുക്കൊരുമിച്ച് പടമെടുക്കാനുള്ള ഹൈറ്റിനുള്ളതേ ഉള്ളായിരിക്കാം. മിക്കതും ഹൈപ്പർ റിയലിസ്റ്റിക് ആയിട്ടും ഒക്കെയാണ് തോന്നുന്നത്. വാക്സ് എന്ന് പറഞ്ഞാൽ എക്സാക്റ്റ് വാക്സ് തന്നെയാണ്, ബട്ട് കളറൊക്കെ സ്കിൻ കളറൊക്കെ സെയിം ആയിട്ട്, ഹെയർസൊക്കെ നോർമൽ നമ്മുടെ ഹെയർസ് പോലെ തന്നെ, ക്ലോത്ത്സും അതുപോലെ തന്നെ നമ്മളെ പോലെ തന്നെ ഡ്രസ്സുകൾ, ഓൾമോസ്റ്റ് എല്ലാ ആക്ടേഴ്സും എല്ലാവർക്കും തന്നെ ഫിസിക്കലി നമുക്ക് ടച്ച് ചെയ്താൽ അറിയാൻ പറ്റുന്ന പോലെ ഹെയർസ് അങ്ങനെയൊക്കെയാണ്. ഒത്തിരി ഓസ്കാർ കിട്ടിയവർ, അവാർഡ് തരുന്നവർ, ആങ്കേഴ്സ്, ദീപിക പദുക്കോൺ, രൺബീർ കപൂർ, ദെൻ മാധുരി ദീക്ഷിത്, അവർ കഴിയുമ്പം കേറ്റ് ഉണ്ട്, മേഘനുണ്ട്, ഹാരി, അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. ചില ആക്ടേഴ്സിൻ്റെ ഒക്കെ അടുത്ത് അവരുടെ നെയിം ബോർഡൊക്കെ എടുത്തിട്ടുണ്ട്. ആക്ടേഴ്സ്, ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലിംഗ് ആയിട്ടുള്ള ആക്ടേഴ്സ് അവർ. പിന്നെ അഗെയിൻ നമ്മുടെ ഹിന്ദി ആക്ടേഴ്സ് തന്നെ വരുന്നത്, കരീന കപൂർ, അങ്ങനെയൊക്കെ വരും. ഇവിടെയൊക്കെ നമുക്ക് പോകുന്ന വഴി അത്യാവശ്യം എൻജോയ് ചെയ്യാനും പിക്ചേഴ്സ് എടുക്കാനുമുള്ള സ്പെഷ്യൽ പ്ലേസസ് ഒക്കെ ഉണ്ട്. എല്ലാവരും പടം എടുത്ത് വരുമ്പം ബിറ്റ് ക്രൗഡഡാണ്. അപ്പം നമുക്ക് സിംഗിൾ പിക്ചേഴ്സൊക്കെ എടുക്കുമ്പം ടൈം എടുക്കും. പക്ഷേ സമ്മർ ആയതുകൊണ്ടും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടും എല്ലാവരും നിന്ന് എൻജോയ് ചെയ്ത് പയ്യാണ് പോകുന്നത്. ഇതൊരു ഓൾഡ് ക്യാമറയാണ്. ആ ക്യാമറയുടെ അടുത്ത് നമ്മൾ നിന്ന് കഴിയുമ്പോൾ നമ്മളെ സൂമിൻ ചെയ്ത് അവത്തേലിങ്ങനെ കാണിക്കും സ്ക്രീനിൽ. അതൊരു ബ്യൂട്ടിഫുൾ മൊമെൻ്റാണ്. പിന്നെ റീസെൻ്റായിട്ടുള്ള ഫേമസ് മൂവി പാഡിങ്ടണിലെ ഒരു സ്റ്റാച്യു, അതിൻ്റെ അടുത്ത് നിന്ന് എല്ലാവർക്കും പിക്ചേഴ്സ് എടുക്കാം. എല്ലാ സ്റ്റാച്യൂസിൻ്റെ അടുത്ത് നിന്ന് എല്ലാവർക്കും പിക്ചേഴ്സ് എടുക്കാം. ബെറ്റർ ടച്ച് ചെയ്യാണ്ടിരിക്കുന്നതാണ്, ബട്ട് എല്ലാവരും തന്നെ ടച്ച് ചെയ്തൊക്കെയാണ് എടുക്കുന്നത്. അതിനൊന്നും റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ആരും നമ്മളെ ഷൗട്ട് ചെയ്യാനോ നോയ്സ് ആവാനോ ഒന്നും വരത്തില്ല. നമ്മൾ ഇച്ചിരി കെയർഫുൾ ആയിരിക്കണം, പ്രോപ്പർട്ടി നശിച്ചു പോകാണ്ടിരിക്കാൻ. അല്ലാതെ എല്ലാം ഓക്കെയാണ്. ഇവിടെ നിന്നെല്ലാം കഴിഞ്ഞ് കഴിയുമ്പം സൂപ്പർ കാർ മോഡൽസ്, സ്പോർട്സ് താരങ്ങൾ, സച്ചിൻ, മെസ്സി, അങ്ങനെ കുറേ പേര്, ഒത്തിരി പേരുണ്ട്. ഞാനാകെ സച്ചിൻ്റെ മാത്രമേ വീഡിയോ എടുത്തുള്ളൂ. ഇനിയുമുണ്ട്. പിന്നെ ഇത് ബ്രിട്ടീഷ് അവരുടെ പാലസിലേക്കുള്ള എൻട്രൻസിലുള്ള ആൾക്കാർ. ഇത് ബ്രിട്ടീഷ് സോൾജിയർ നല്ല റിയലിസ്റ്റിക്കാണ്. ഇത്ര ഹൈറ്റൊക്കെ വരും. ദർ ഇസ് നോ ഡിഫറൻസ്. പാലസ് എൻട്രി അവർ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വിക്ടോറിയ രാജകുമാരിയുടെ ഒരു പിക്ചർ, അതിനോട് കഴിഞ്ഞൊരു ഇൻട്രൊഡക്ഷൻ പോലെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റും ഉണ്ട് അവരുടെ തന്നെ ബ്രിട്ടീഷ് പാലസിൽ നന്നായിട്ട് വർക്ക് ചെയ്തൊരു പുള്ളിക്കാരുടെ സ്റ്റാച്യു. എനിക്കയാളെ മനസ്സിലായില്ല, അതുകൊണ്ടൊന്നും പറയണില്ല. പിന്നെ ഇങ്ങനെ റോയൽസ് എല്ലാവരുടെയും കഴിഞ്ഞ് ഡയാന, ഹെൻറിയുടെ ഉണ്ട്. ഹെൻറി എനിക്കെടുക്കാൻ പറ്റിയില്ല.
പിന്നെ നടന്ന് വരുമ്പം പിന്നെ ഒത്തിരി ആക്ടേഴ്സൊക്കെ ഉണ്ട്. കുറേയൊക്കെ നമ്മൾ മിസ് ഔട്ട് ചെയ്യും, ടയേർഡാവും, മിസ് ഔട്ട് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ പിന്നെ പോപ്പ് സ്റ്റാർസ്, പ്ലേ ബോയ്സ്, ജസ്റ്റിൻ ബീബർ, അങ്ങനെ ഒത്തിരി പേര്. പിന്നെ കെ പോപ്സ്, പിന്നെ പോപ്പുലർ ബാൻഡ്സുകൾ, അവരുടെയൊക്കെ വാക്സ് മ്യൂസിയം ഉണ്ട്. റിയലിസ്റ്റിക്കാണ്, അതൊന്നും ഒരു ഫ്ലോപ്പില്ലാതെ നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഒരു റെയിൽവേയുടെ ഒരു രീതിയിൽ ഇതുപോലൊരു ട്രാവലുള്ളത്. നല്ല ബ്യൂട്ടിഫുൾ ജേർണിയാണ്. നമുക്കൊരു 4 minutes കണ്ടിന്യൂസ് ആയിട്ട് എൻജോയ് ചെയ്യാൻ പാകത്തിന് അവർ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ പണിയുന്നതും അവരുടെ ജേർണി എങ്ങനെയാണെന്നും ബ്രിട്ടീഷ് ഫാമിലി എങ്ങനെയാണ് അവർ ഗോ ത്രൂ ചെയ്തതെന്നും അവർ ഹൗ ലോങ് ഫോർ എ ലോങ് ഇയേഴ്സ് അവർ കോൺക്വർ ചെയ്തതിനെ പറ്റി ഒരു സ്മോൾ ഹിസ്റ്ററി. പിന്നെ നെക്സ്റ്റ് ഹൊറഫുള്ളായിട്ട് നോയ്സിയൊക്കെ ആയിട്ട് ഒരു ഗോൾഡൻ കോയിൻ മാർബിൾ സ്റ്റുഡിയോയുടെ കിട്ടും. അതെല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് കുറച്ച് ആക്ടേഴ്സൊക്കെ, പിന്നെ സൂപ്പർമാൻ, സ്പൈഡർമാൻ, ഹൊറർ ആൾക്കാരുടെയൊക്കെ സ്റ്റാച്യൂസൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള പിക്ചേഴ്സ് ഒരുപാട് താരങ്ങൾ അങ്ങനെ വന്ന് ഇങ്ങനെ ഗ്രാജുവലി